പീരുമേട് ബ്ലോക്കിലും പ്രവേശനോത്സവ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജെറിൻ പടിഞ്ഞാറക്കര. മറ്റു വാർത്തകൾ. പീരുമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് പുനരധിവാസ പാക്കേജ് ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA തൊഴിൽ വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഈ പ്രത്യേക പാക്കേജിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ വൈകാതെ പാക്കേജ് നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും സിറിയക് തോമസ് പറഞ്ഞു. ലയങ്ങളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയോട് കഴിഞ്ഞ ദിവസം തന്നെ സംസാരിച്ചു. അതിന് നമ്മളൊരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. നമുക്കറിയാം, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ ലയങ്ങൾ വളരെയധികം മോശപ്പെട്ട ഒരു സ്ഥിതിയാണ്. പലതും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ അവർക്ക് ഒരു പുനരധിവാസ പാക്കേജാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ആ ലയങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ അറ്റകുറ്റപ്പണി ചെയ്തതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു പുനരധിവാസ പാക്കേജിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് മിനിസ്റ്ററോടും സംസാരിച്ചിട്ടുണ്ട്. മറ്റുള്ള തോട്ടങ്ങളിൽ ഒരു സബ്സിഡി സ്കീം അനുവദിച്ചിരുന്നു. അതനുസരിച്ച് ചില ഒരു നന്നായിട്ട് പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലൊക്കെ കുറച്ച് ലയങ്ങളൊക്കെ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സബ്സിഡി മാനേജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതുമായ തോട്ടങ്ങളിൽ അങ്ങനൊരു പദ്ധതിയുടെ ഒരു പ്രയോജനം ആ മാനേജ്മെൻറ്റ് ഉപയോഗപ്പെടുത്തുന്നില്ല. അതൊരു വലിയൊരു പോരായ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ തോട്ടങ്ങളിലും തൊഴിലാളികൾക്ക് അവർക്ക് മികച്ച ഒരു പാർപ്പിട സംവിധാനം ഉണ്ടാകണം. ആ രീതിയിലുള്ള ഒരു നടപടികൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുമായിട്ടും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ദയവ് ഈ കാര്യത്തിലൊക്കെ